നമസ്കാരം. പ്രധാന വാർത്തകൾ. മോദിക്ക് 75ാം പിറന്നാൾ ആശംസകളുമായി ലോക നേതാക്കൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വിളിച്ച് നരേന്ദ്രമോദിയെ ആശംസിച്ചു. യഥാർത്ഥ നേതൃത്വമെന്നാൽ മോദിയെന്ന് അമിത്ഷാ പ്രശംസിച്ചു. റിട്ടയർമെന്റ് ചർച്ചകൾ മറികടന്ന പാർട്ടിയിലും സർക്കാരിലും പൂർവാധികം ശക്തിയോടെയാണ് മോദി 75 വയസ്സ് പൂർത്തിയാക്കുന്നത്. നിർണായക സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മോദിയല്ലാതെ മറ്റൊരു നേതാവിനെയും പകരം വയ്ക്കാൻ ബിജെപിക്കില്ല. ഗുരുവായൂർ ക്ഷേത്രം പുതിയ മേൽശാന്തിയായി മൂർത്തിയടത്ത് സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. പാലക്കാട് സ്വദേശി മൂർത്തിയടത്ത് സുധാകരൻ നമ്പൂതിരിയാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒക്ടോബർ 1 മുതൽ 6 മാസത്തേക്കാണ് കാലാവധി. 51 പേരിൽ നിന്നാണ് ഇദ്ദേഹത്തെ മേൽശാന്തിയായി തെരഞ്ഞെടുത്തത്. വീണ്ടും വിവാദം. സഹായം തേടിയ വയോധികയെ പരിഹസിച്ച് സുരേഷ് ഗോപി. കൊടുങ്ങല്ലൂർ കലുങ്ക് സൗഹൃദ സദസ്സിൽ വീണ്ടും വിവാദം. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായം തേടിയ വയോധികയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പരിഹസിച്ചു. ചേച്ചി അധികം വർത്തമാനം പറയേണ്ട, ഈടി പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസം. മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റില്ലെന്ന വയോധിക പറഞ്ഞപ്പോൾ എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. നിങ്ങളുടെ മന്ത്രി തൊട്ടടുത്തല്ലേ താമസിക്കുന്നതെന്ന് സുരേഷ് ഗോപി ചോദിച്ചു. ഞങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങളെന്ന വയോധികയുടെ മറുചോദ്യം. അല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണെന്ന് സുരേഷ് ഗോപിയുടെ മറുപടി. ആഗോള അയ്യപ്പ സംഗമം. പന്തളം കൊട്ടാരം പ്രതിനിധികൾ പങ്കെടുക്കില്ല. കൊട്ടാര കുടുംബാംഗങ്ങളായ 2 പേരുടെ നിര്യാണത്തെ തുടർന്നുള്ള അശുദ്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് വിശദീകരണം. പന്തളം കൊട്ടാരം നിർവാഹക സംഘം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടാതെ അയ്യപ്പ സംഗമം സംബന്ധിച്ചുള്ള അതൃപ്തിയും വിയോജിപ്പുകളും വ്യക്തമാക്കുന്നതായിരുന്നു വാർത്താക്കുറിപ്പ്. യുവതീ പ്രവേശന കാലയളവിലെ കേസുകൾ പിൻവലിക്കാത്തതിലും സുപ്രീം കോടതിയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് തിരുത്താത്തതിലും കടുത്ത പ്രതിഷേധമെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. വാഹനാപകടം. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സേനാംഗമായ മലയാളി മരിച്ചു. രാജസ്ഥാനിലുണ്ടായ വാഹനാപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക സംരക്ഷണ സേനാംഗം ഷിൻസ്മോൻ തലച്ചിറ മരിച്ചു. 45 വയസ്സായിരുന്നു. കാസർഗോഡ് ചിറ്റാരിക്കൽ മണ്ഡപത്തെ തലച്ചിറ മാണിക്കുട്ടിയുടെയും ഗ്രേസിക്കുട്ടിയുടെയും മകനാണ് ഷിൻസ്മോൻ. 21 വർഷമായി SPGയിൽ സേവനമനുഷ്ഠിക്കുകയാണ്. BJP ദേശീയ നിർവാഹക സമിതി അംഗം കെ ബാഹുലയൻ CPMൽ. AKG സെന്ററിലെത്തി MP ഗോവിന്ദനെ കണ്ടു. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു ബാഹുലയൻ. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം OBC മോർച്ച ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ന് CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയിയെയും മന്ത്രി V ശിവൻകുട്ടിയെയും ബാഹുലയൻ കണ്ടിരുന്നു. ഗുരുവിന്റെ ആശയങ്ങളുമായി ചേർന്നു പോകുന്ന പ്രസ്ഥാനം CPM ആണെന്നും അതുകൊണ്ട് ഈ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. 15-കാരിയെ പീഡിപ്പിച്ചു. യുവാവ് അറസ്റ്റിൽ. എലിവിഷം കഴിച്ച പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ. കാസർഗോഡ് പുല്ലൂർ കൊടവാളം ഹൌസിൽ K ദേവാനന്ദനാണ് പിടിയിലായത്. 20 വയസ്സായിരുന്നു. കണ്ണൂർ വളപട്ടണം പോലീസാണ് യുവാവിനെ പിടികൂടിയത്. കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നെന്നറിയിച്ച് വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടിയെ കാഞ്ഞങ്ങാട് ടൗണിലെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചതാണ് കേസ്. കഴിഞ്ഞയാഴ്ചയായിരുന്നു കേസിന് കാരണമായ സംഭവം. കാഞ്ഞങ്ങാട് ടൗണിലെ ലോഡ്ജിൽ 2 ദിവസം ദേവാനന്ദൻ പെൺകുട്ടിയുമായി താമസിച്ചിരുന്നു. ഇരുവരും വീടുകളിലേക്ക് മടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം പെൺകുട്ടി വിവാഹകാര്യം സംസാരിച്ചതിന് പിന്നാലെയാണ് പ്രശ്നം വഷളായത്. വിവാഹം കഴിക്കാനാവില്ലെന്ന് ദേവാനന്ദൻ നിലപാടെടുത്തതോടെ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. എലിവിഷം കഴിച്ച പെൺകുട്ടിയെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതര നിലയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥികളെ കണ്ടെത്തി. പാലക്കാട് കോങ്ങാട് നിന്ന് കാണാതായ വിദ്യാർത്ഥിനികളെ കണ്ടെത്തി. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഇരുവരെയും പോലീസ് കണ്ടെത്തിയത്. കോങ്ങാട് KPRP സ്കൂളിലെ 13-കാരികളായ വിദ്യാർത്ഥിനികളെയാണ് ഇന്ന് രാവിലെ മുതൽ കാണാതായത്. അതേസമയം ആലപ്പുഴ അരിക്കുറ്റിയിൽ നിന്ന് കാണാതായ പൂച്ചക്കൽ ശ്രീകണ്ഠേശ്വര സ്കൂളിലെ +1 വിദ്യാർത്ഥികളെയും കണ്ടെത്തി. ഇന്നലെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം പുറത്തേക്ക് പോയി ഇരുവരെയും കാണാതാവുകയായിരുന്നു. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മുരാരിയെയും ഗൗരി ശങ്കറിനെയും കണ്ടെത്തിയത്. റിസോർട്ട് നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിൽ. ഇടുക്കിയിൽ 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള ശ്രമത്തിനിടെ മൺതിട്ട ഇടിഞ്ഞാണ് അപകടം. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടെ തിട്ടയിടിഞ്ഞ് വീഴുകയായിരുന്നു. ആനച്ചാൽ ശംഖുപ്പടി സ്വദേശി രാജീവൻ, ബൈസൺ വാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത്.
മൂന്നാർ, അടിമാലി എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഇടുക്കിയിൽ ഇന്ന് പെയ്തിറങ്ങിയ ശക്തമായ മഴയും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. രക്ഷാപ്രവർത്തനത്തെയും മഴ പ്രതികൂലമായി ബാധിച്ചു. വർഷങ്ങൾക്ക് ശേഷം വാർത്താ സമ്മേളനവുമായി എ കെ ആന്റണി. ഏകപക്ഷീയമായ ആക്രമണം നേരിട്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണി 21 വർഷം മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങിയതാണെന്നും ഇങ്ങനെയൊരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചതല്ലെന്നും ഏകപക്ഷീയമായ ആക്രമണം നേരിട്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നിയെന്നും എ കെ ആന്റണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജീവിച്ചിരുന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മറുപടി പറയാമെന്ന് കരുതിയതാണ്. എന്നാൽ ഇപ്പോൾ മറുപടി പറയേണ്ടി വന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.